ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താല് നെക്സ്റ്റ് രാവിലെയാണ് കാണിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് ഹീറോ കണ്ണു തുറക്കുമ്പോ ഹീറോയിനെ കാണുന്നില്ല. ഇവൾ ഇത് എവിടെ പോയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയാല് അവൾ അതാ ബെഡിൽ കയറി കിടക്കുന്നുണ്ട്. അവൾ ഉറക്കത്തിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നത് കണ്ട് എന്താ പറയുന്നതെന്ന് ചെവി കൊടുത്ത് അവൻ കേൾക്കാനായിട്ട് നോക്കിയതും ഇവള് തിരിഞ്ഞു മറിഞ്ഞ് അവനെ ചവിട്ടി താഴേക്കിടുവാണ്. അവന് നല്ല പോലെ നടുപിടിച്ച് തന്നെ വീഴുന്നുണ്ട്. ഇവൻ കാറുന്ന സൗണ്ട് കേട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത്. ബോസ്, എന്ത് പറ്റി? എന്താ എന്റെ റൂമില് എന്റെ ബെഡിൽ എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, എന്ത്, നിന്റെ റൂമോ, നിന്റെ ബെഡോ? ഓ, നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? ഞാൻ ഓർമ്മ വരുത്തി തരാമെന്ന് പറഞ്ഞ് ഇന്നലെ ഒരുത്തി കരണ്ട് പോയി പേടിയാണെന്ന് പറഞ്ഞ് ഇവിടെ കയറി വന്നിരുന്നു. പാവം തോന്നി കിടക്കാൻ സ്ഥലം കൊടുത്താല് ബെഡിൽ കയറി കിടന്നതും പോരാ, എന്നെ നടുവിനിടിച്ച് നിലത്തിട്ടു. എന്നിട്ട് ഇതൊന്നും ഓർമ്മയില്ലെന്നോ എന്ന് പറഞ്ഞ് അവൻ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോഴാണ് ഇവൾക്കും ഓർമ്മ വരുന്നത്. ഇന്നലെ രാത്രി നിലത്ത് കിടന്നിട്ട് ഉറക്കം വരാത്ത ഇവളും നൈസായിട്ട് ബെഡിൽ കയറി കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങിയിരുന്നു. ഇതെല്ലാം ഇപ്പോ ഇവൾക്ക് ഓർമ്മ വന്നിട്ടും, ബോസ്, എനിക്ക് ഇപ്പോഴും നടന്നതൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, തെറ്റിദ്ധരിക്കരുത്, സോറി എന്ന് അവള് പറയാണ്. ശരിയാ, തെറ്റ് എന്റെ മേലെയാണ്. നിന്നെ ഉള്ളിലേക്ക് അലോ ചെയ്തതിന് എന്നെ വേണം പറയാൻ. ഇപ്പൊ നീ ഈ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അലറിയതും ഇവളും ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങി. ദെൻ ഇപ്പോ കട്ട് ചെയ്താല് അവര് രണ്ടുപേരും ബിസിനസ് ട്രിപ്പിന് വേണ്ടി വന്നു കഴിഞ്ഞു. ഈ ഒരു ഓഫീസിലാണ് മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. ഇവരാണ് ഓഫീസിന്റെ ഹെഡ് ആണെന്നാ തോന്നുന്നത്. ഇയാളുടെ പേര് മിസ്റ്റർ വാങ് എന്നാണ്. ഹീറോയ്ക്ക് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഹീറോയിൻ വരുന്നുണ്ട്. ഇവളെ കണ്ടതും അയാളുടെ മട്ടാകെ മാറി. എന്താ ക്യുൻഹെ, ബിസിനസ് ട്രിപ്പിന് നീയും ഫീമെയിൽ അസിസ്റ്റന്റിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുവാണെന്ന് ഒരുമാതിരി ചോദിക്കുവാണ്. ഇത് കേട്ട് ഹീറോയും, മിസ്റ്റർ വാങ്, ഇതിലെ ഫീമെയില് മേലെ അസിസ്റ്റന്റ് എന്നൊന്നുമില്ല, ഇവരെന്റെ കൊളീഗാണ്. ഇവരുടെ പേര് യുയു. നിങ്ങളുടെ നടക്കാൻ പോകുന്ന കേസിനും ഇവര് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. ഓ, അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് അയാളെ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന്, ഹലോ യുയു, ഞാൻ മിസ്റ്റർ വാങ് എന്ന് പറഞ്ഞ് ഹീറോയിന്റെ കയ്യില് പിടിച്ച് ഒരുമാതിരി തൊട്ട് തൊട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇത് ഹീറോ കണ്ടുകൊണ്ട് നിൽക്കോ, അവൻ ഇടയിൽ കയറി കൈ തട്ടി മാറ്റി, ടൈം ആയില്ലേ, നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഇതെന്തോ ഒരു ഫാമിലി കമ്പനി കേസാണെന്നാ തോന്നുന്നത്. സോ അതുകൊണ്ട് കമ്പനിയെ കുറിച്ചുള്ള ഇഷ്യൂസും ഷെയർ ഹോൾഡും എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യണം. ഈ കേസാണ് ഇവരിപ്പോ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മിസ്റ്റർ വാങ്ങും അവരെ കൂട്ടി മേലേക്ക് വരുന്നുണ്ട്. ഇയാളാണെങ്കിൽ പെണ്ണുങ്ങളെ കണ്ടാലേ വെറുതെ വിടില്ല. അതേപോലെ ഇപ്പൊ ഒരു പെണ്ണ് ആ വഴി വന്നതും ഹെയർ സ്റ്റൈല് നന്നായിട്ടുണ്ട്, ലിപ്സ്റ്റിക് കുറച്ച് ഡാർക്ക് ആയിട്ട് ഇടായിരുന്നില്ലേ മോളെ എന്ന് ചോദിച്ച് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ഹീറോയും ഹീറോയിനും ഒരുമാതിരി നിന്ന് നോക്കുന്നുണ്ട്. ദെൻ ഇപ്പൊ മീറ്റിംഗ് സ്റ്റാർട്ടായി. മാറി മാറി ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇയാളാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിന് അറിയാതെ അവളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അതാരും കണ്ട പാവം കൊടുക്കുന്നുമില്ല. എപ്പോഴും ചിലപ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ഹീറോയിനും വർക്കിൽ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോഴാണ് അവൾക്ക് ലൈറ്റ് ആയിട്ട് വിശക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മാത്രം എന്താ വിശക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോയെ നോക്കിയാല് അവൻ റോബോട്ടിനെ പോലെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഹീറോ നോക്കിയതും പെട്ടെന്ന് അവള് തലതിരിക്കും. യുയു, എന്റെ ബാഗിൽ ഒരു തിങ്സ് ഇരിപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് വരണം. അതെന്താണെന്ന് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് പറയാമെന്ന് പറയും. ഇവളും എടുക്കാനായിട്ട് വരുമ്പോ എന്റെ ബാഗിൽ ഒരു ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് അയച്ചിരിക്കുവാണ്. അപ്പോ ഞാൻ കഴിക്കാൻ വേണ്ടിയാണോ എന്നെ പുറത്തേക്ക് പറഞ്ഞയച്ചതെന്ന് ഇവള് ചോദിച്ചാല്, അതെ, നിന്റെ വയറ്റിൽ നിന്ന് ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യാനാ, അതുകൊണ്ടാണെന്ന് അവൻ പറയും. ശരിയെന്ന് പറഞ്ഞ് അവളും ചോക്ലേറ്റ് കഴിച്ചിട്ട് തിരികെ വന്നിരിക്കുന്നുണ്ട്. ഹീറോയെ നോക്കി, ഇത്ര ജെന്റിൽമാനായ ഇവരെ ഏത് പെണ്ണിനാ ഇഷ്ടാകാത്തതെന്ന് പറഞ്ഞ് ഹീറോയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. യുയു, നിനക്ക് എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ എന്ന് ഹീറോ ചോദിക്കുമ്പോ അവളും അവളുടെ പോയിന്റ്സും അഡ്വൈസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അയാൾ ഓടി വന്ന്, വാവ്, സൂപ്പർ, ഇത്രയും ക്ലെവർ ആയ ഒരു ലോയർ അസിസ്റ്റന്റിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞ് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഹീറോയിനെ ടച്ച് ചെയ്യാനും വരുന്നുണ്ട്. അവളും പരമാവധി ഒഴിഞ്ഞു മാറുന്നുണ്ട്. കട്ട് ചെയ്താല് ഇപ്പൊ തിരികെ പോകാൻ നിൽക്കുന്ന ടൈമില്, നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിന്നർ ട്രീറ്റ് ഉണ്ട്, ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞ് അയാളും ഇവരെ പറഞ്ഞയക്കുവാണ്. കാറിലേക്ക് ഫസ്റ്റ് തന്നെ ഹീറോ കയറിയിരുന്നു. രണ്ടാമതായിട്ട് ഹീറോയിൻ കയറുമ്പോ എങ്ങനെയൊക്കെ ടച്ച് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അയാൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല, വളരെ അൺകംഫർട്ടബിൾ ആകുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ഹീറോ ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് അവള് പറയും. സോ അങ്ങനെ അവര് ഹോട്ടലിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് വയറുവേദന പോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ്. ബാഗിൽ ചോക്ലേറ്റ് ഉണ്ട്, എടുത്ത് കഴിക്കുന്ന അവള് പറഞ്ഞാലും വേണ്ടെന്ന് അവൻ പറയും. നെക്സ്റ്റ് ഇപ്പോ ഹോട്ടലിലാണ് കാണിക്കുന്നത്. ഹീറോയിന് അവളുടെ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. രണ്ടുപേർക്കും സെപ്പറേറ്റ് റൂമാണുള്ളത്. കേസിനെ പറ്റിയുള്ള ഡൗട്ട് ഹീറോയോട് ചോദിച്ചാല് അവന്റെ അടുത്ത് നിന്ന് റിപ്ലൈ വരുന്നില്ല. നോക്കിയാല് ഹീറോ ഫ്രഷപ്പ് ആയി വന്ന് നിൽക്കുമായിരിക്കും.
കോളിംഗ് ബെല്ല് സൗണ്ട് കേട്ടതും തുറന്നു നോക്കുമ്പോ ഹീറോയിൻ ആയിരിക്കും. അവന് വേണ്ടിയുള്ള സൂപ്പുമായിട്ട് വന്നതാണ് അവള്. ഇവനാണെങ്കിൽ ജസ്റ്റ് ഒരു ബാത്തിങ് ടവല് വിട്ടു ആയിരിക്കും നിൽക്കുന്നത്. ഇവളെ കണ്ട ഉടനെ തന്നെ അവൻ പൊത്തിപ്പിടിച്ചിട്ടേ യുയു നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. ബോസ് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് വയറുവേദന ഉണ്ടെന്ന്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൂപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്, എടുത്ത് കഴിക്കെന്ന് പറഞ്ഞ് വെച്ചു കൊടുത്താല് എനിക്കത് വേണ്ട, നീ തന്നെ കഴിച്ചോ, എനിക്കിവിടെ നിറയെ വർക്കുണ്ട്, നാളെ മോർണിംഗിൽ തന്നെ ഇതൊക്കെ തീർക്കാനുള്ളതാണെന്ന് പറഞ്ഞതും ബോസ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ഓർഡർ ചെയ്തത്, കഴിച്ചാലല്ലേ വയറുവേദന മാറൂ. ബോസ് നിങ്ങൾ ഇത് കഴിക്കുവാണെങ്കിൽ മാസത്തില് ശമ്പളത്തോടു കൂടി 5 തവണ എടുക്കാനുള്ള ലീവ് ഞാൻ എടുക്കില്ല, ഫുൾ ടൈം വർക്ക് ചെയ്യാം, വേണമെങ്കിൽ ക്ലീനിങ് സർവീസ് കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞതും അവൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയിട്ട് കൊള്ളില്ലെന്ന് പറയാണ്. 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തതാ, എന്നിട്ടും കൊള്ളില്ലേ എന്ന് ചോദിച്ചാല് നീ ചെയ്തു തരുന്ന അത്രയ്ക്കും ഇല്ലെന്ന് ഹീറോ പറയും. ശരി എന്നാ കുറച്ച് വെയിറ്റ് ചെയ്യണം, എന്റെ ബോസിനായതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടേ അവളും പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഹീറോ അത് കണ്ടുകൊണ്ട് പതിയെ ഉറങ്ങാനായിട്ട് തുടങ്ങി. സോ ഇപ്പൊ ഹീറോയിനും റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കിയാല് ഇവ നന്നായിട്ട് ഇരുന്ന് ഉറങ്ങുമായിരിക്കും. ഓക്കെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പുതപ്പിച്ചൊക്കെ കൊടുത്തിട്ട് അവള് പോകാൻ നിൽക്കുമ്പോ അവൻ താങ്ക് യു എന്ന് പറയാണ്. ഹീറോയിൻ ഇത് കേട്ട് ഭയങ്കര സന്തോഷം, നാണത്തോടെ ചിരിച്ചുകൊണ്ടേ വേസ്റ്റ് ആക്കരുത്, മുഴുവനും കഴിക്കണം, ഞാനിപ്പോ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിക്കളയും. അവള് പോയതിനു ശേഷം ഹീറോ അവള് കുക്ക് ചെയ്തതെടുത്ത് രസിച്ച് രസിച്ച് സ്മൈലോട് കൂടി കഴിക്കാനായിട്ട് തുടങ്ങി. സോ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. മിസ്റ്റർ വങ്ങിന്റെ കൂടെ ഇവര് ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ്. അയാള് ഹീറോയിന്റെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരിടത്ത് പിടിച്ചിരുത്താനായിട്ട് നോക്കിയാല് കറക്റ്റ് ആയിട്ട് ഹീറോ ആ സീറ്റിൽ കയറിയിരിക്കും. അതിന് തൊട്ടടുത്തായിട്ട് ഹീറോയിനും. സോ ഇപ്പൊ വേറെ വഴിയില്ല, അയാൾക്ക് ഹീറോയുടെ അടുത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഡിന്നർ സ്റ്റാർട്ട് ചെയ്തതും ഡ്രിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അയാള് സെർവ് ചെയ്യുവാണ്. സോറി എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റില്ല, ഞാൻ കുടിക്കില്ല, ഇതെന്റെ റൂൾസ് ആണെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഹീറോ പറയാണ്. ഓക്കെ നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ എന്താ, നിങ്ങളുടെ അസിസ്റ്റന്റ് കുടിക്കട്ടെ എന്ന് ഹീറോയിന് കാണിക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ശരി ഇവര് വലിയൊരു ക്ലൈന്റ് ആണ്, ഹീറോയ്ക്ക് ആണെങ്കിൽ ഡ്രിങ്ക് ചെയ്യാനും പറ്റില്ല, സ്റ്റൊമക് പെയിൻ ഉണ്ട്, ഞാൻ തന്നെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവളും ക്ലാസ് എടുത്ത് ചിരിച്ചിട്ട് ഓക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് ഹീറോ തടഞ്ഞിട്ടേ ഞാൻ കുടിക്കുന്നില്ലെങ്കിൽ അവളും കുടിക്കില്ലെന്ന് പറയും. ഇത് കേട്ട് അയാള് ചിരിക്കാൻ തുടങ്ങി. എന്തായത് നീ കഴിച്ചില്ലെങ്കിൽ അവളും കഴിക്കില്ലേ, നീ ഉറങ്ങിയില്ലെങ്കിൽ അവളും ഉറങ്ങില്ലേ, എന്താ നീ തമാശ പറയുവാണോ എന്ന് ചോദിച്ച് കളിയാക്കി ചിരിക്കുവാണ്. നിന്റെ റൂൾസ് നീ ഫോളോ ചെയ്തോ, അവളെ എന്തിനാ ഫോഴ്സ് ചെയ്യുന്നത്, അവളെ ഡ്രിങ്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഹീറോയിനെ ഫോഴ്സ് ചെയ്ത് കുടിപ്പിക്കാനായിട്ട് നോക്കുവാണ്. അപ്പോഴും ഹീറോ വെറുതെ വിടുന്നില്ല. പിടിച്ച പിടിയാല് കുടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റില്ലെന്ന് അവൻ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഹീറോയിനെ നോക്കി പറയും. ഇപ്പോൾ ഡിന്നർ ഫിനിഷ് ചെയ്ത് വരുമ്പോ ഹീറോയിനെയാണ് ചീത്ത പറയുന്നത്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതല്ലേ ബോസ് എന്ന് അവള് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചോ എനിക്ക് വേണ്ടി ഡ്രിങ്ക് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ, നോക്ക് ഞാനിപ്പോ നിനക്ക് ഒരു വാണിംഗ് തരുവാണ്, ആ മിസ്റ്റർ വങ്ങിന്റെ അടുത്തേക്ക് പോലും പോയേക്കരുതെന്ന് പറഞ്ഞിട്ട് ഹീറോ അവന്റെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് വന്നവള് എപ്പോഴത്തെ പോലെ ഫ്രണ്ടിനെ വിളിച്ച് പിറുവിറുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. വിടടി, അവര് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്താ ഉള്ളത്, അവര് കുറച്ച് റൂഡായ ക്യാരക്ടറാണ്, അത്രയല്ലേ ഉള്ളൂ, പിന്നെ നീയും ആ മിസ്റ്റർ വങ് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ബിഹേവ് ചെയ്യാതിരുന്നാ മതി എന്ന് ഒരു അഡ്വൈസും കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കെന്താ വട്ടല്ലേ, ആ മിസ്റ്റർ വങ്ങിന്റെ അടുത്തേക്ക് ഞാൻ ഇനി തനിയെ പോകില്ലെന്ന് പറഞ്ഞ് ഹീറോയിനും സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. ഫ്രണ്ടും ഇപ്പോ അവളുടെ വീട്ടിൽ തനിച്ചാണ്, അവളുടെ ബോയ് ഫ്രണ്ട് പാരന്റ്സിനെ കാണാൻ പോയിരിക്കുവാണെന്നൊക്കെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ഹീറോയിന് ഒരു മെയിൽ വരുന്നുണ്ട്. ഈ മിസ്റ്റർ വങ്ങിന്റെ ഓഫീസിലെ എംപ്ലോയി തന്നെ ആയിരിക്കും അത്, ഈ കേസിനെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞ് അവൾ വിളിക്കുവാണ്. നിങ്ങളുടെ ബോസിനെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യണം, സോ നിങ്ങൾ തന്നെ വരണം എന്ന് പറഞ്ഞാല് ഹീറോയോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി അവൾ മെസ്സേജ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ വേണ്ട, ഒന്നാമത് തന്നെ അവര് വർക്ക് പ്രഷറിലായിരിക്കും, ഇപ്പോ റെസ്റ്റ് എടുക്കട്ടെ, മിസ്റ്റർ വങ്ങൊന്നല്ലല്ലോ വിളിക്കുന്നേ, അവരുടെ എംപ്ലോയി അല്ലേ, നമുക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഹീറോ തനിയെ പോകരുതെന്ന് പറഞ്ഞിട്ടും അവള് പോയിരിക്കുവാണ്. ഇപ്പൊ അവള് വന്ന് നോക്കുമ്പോ എംപ്ലോയിന്റെ കൂടെ ആ മിസ്റ്റർ വങ് ഉണ്ടാകും. ഇവരെ കണ്ടതും ഹീറോയിന്റെ മുഖം ആകെ മാറുന്നുണ്ട്. ബോസിനെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞിട്ട് അവള് പോകാനായിട്ട് നോക്കിയാല് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇവള് തടുത്തു നിർത്തുവാണ്. ഹ്യുൻഹെയുടെ ടൈം വളരെ പ്രീഷ്യസ് ആണെന്ന് നിനക്ക് തന്നെ അറിയില്ലേ, എന്തിനാ അവരുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്, ജസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ തെറ്റാണോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി, ഇത്രയും ജോലി മാത്രമേ നിങ്ങൾക്ക് ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. ഹീറോയിനും വേറെ വഴിയില്ലാതെ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് അയാള് ആ ടേബിളിൽ ഒരു ഫയൽ വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് പയ്യനെ മനഃപൂർവ്വം പറഞ്ഞയക്കുവാണ്. പുറത്തേക്ക് വന്ന ഇവനും ഡോർ ലോക്ക് ചെയ്തിട്ട് പോയി. ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എന്തോ ശരിയല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ അവളും നോക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്.
അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. സോ മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എന്നാലും ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇതേപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഇൻസ്റ്റാഗ്രാമും മറ്റ് ചാനൽസും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.